സ്ലീപ്പിംഗ് ബ്യൂട്ടി അഥവാ ഉറങ്ങുന്ന സുന്ദരിയുടെ നാടോടിക്കഥ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ യഥാർത്ഥ ലോകത്തിലും ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ബാൾട്ടിക് കടലിലെ ശാന്തമായൊരു ദ്വീപിൽ കരോളിന ഓൾസൺ എന്നൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു. 32 വർഷം തുടർച്ചയായി ഉറങ്ങിയ അവളായിരുന്നു യഥാർത്ഥ ലോകത്തിലെ സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഇന്നും ശാസ്ത്രലോകത്തിന് ഉത്തരം കിട്ടാത്ത കടങ്കഥയാണ് അവളുടെ ജീവിതം. 1861 ഒക്ടോബർ 29-ന് ഓക്നോ എന്ന ചെറു സ്വീഡിഷ് ദ്വീപിലായിരുന്നു ഓൾസന്റെ ജനനം. അച്ഛൻ മീൻപിടുത്തക്കാരനും അമ്മ സാധാ വീട്ടമ്മയുമായിരുന്നു. അവൾക്ക് 4 സഹോദരന്മാർ ഉണ്ടായിരുന്നു. വീട്ടിലെ സാഹചര്യം മോശമായിരുന്നതിനാൽ അവൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പഠിക്കുവാനുള്ള അവളുടെ അതിയായ ആഗ്രഹം തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ 14-ാം വയസ്സിൽ അവളെ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ചേർത്തു. 1876 ഫെബ്രുവരി 18-നായിരുന്നു ഓൾസന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച സംഭവവികാസങ്ങളുടെ തുടക്കം. ശൈത്യകാലമായിരുന്നതിനാൽ വീട്ടിലേക്കുള്ള വഴിയിൽ മഞ്ഞുറഞ്ഞ ഒരു തടാകം അവൾക്ക് മറികടക്കേണ്ടിയിരുന്നു. അബദ്ധത്തിൽ മഞ്ഞിൽ തെന്നി തലയിടിച്ചു വീണ അവൾ വീട്ടിലെത്തിയത് ചെറിയ പരുക്കുകളോടെയും അസഹനീയമായ പല്ലുവേദനയോടെയും ആയിരുന്നു. പതിവ് പോലെ അന്നും അത്താഴത്തിന് ശേഷം അവൾ ഉറങ്ങാൻ പോയി. തലയിലും താടിയെല്ലിലും കലശലായ വേദനയോടെയാണ് അടുത്ത ദിവസം അവൾ ഉണർന്നെഴുന്നേറ്റത്. അക്കാലത്ത് വൈദ്യസഹായം ചിലവേറിയ ഒന്നായിരുന്നതിനാൽ വീട്ടുകാർ ആദ്യം അവളോട് വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ അവൾക്ക് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ സാധിക്കാതെയായി. പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണ അവൾ പിന്നീട് ഉണർന്നതേയില്ല. ക്ഷീണം കൊണ്ടാണ് അവൾ ഉറങ്ങുന്നതെന്ന് ധരിച്ച മാതാപിതാക്കൾ ആദ്യം വിഷയം ഗൗരവമായെടുത്തില്ല. എന്നാൽ വൈകാതെ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ വീട്ടുകാർ അവളെ ഉണർത്താൻ പല വഴികളും നോക്കി. തീക്കൊള്ളി കൊണ്ട് കുത്തിയിട്ട് പോലും അവൾ ഉണർന്നില്ല. ഇതിനിടെ അവൾക്ക് ബാധയേറ്റതാണെന്ന ശ്രുതി നാട്ടിൽ പരന്നു. ഓക്നോവിലെ ഉറങ്ങുന്ന സുന്ദരിയെ കാണാൻ ധാരാളം ആളുകൾ എത്താൻ തുടങ്ങി. കഴിയാവുന്ന തരത്തിലൊക്കെ അവളുടെ അമ്മ അവളെ പരിചരിച്ചു. പഞ്ചസാര വെള്ളവും പാലും മാത്രമായിരുന്നു അവളുടെ ഭക്ഷണം. ചിലപ്പോഴൊക്കെ അവൾ ഞെരുങ്ങി വിറച്ചു. എന്നാൽ ഒരിക്കൽ പോലും കണ്ണു തുറക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. അവളെ പരിശോധിച്ച ഡോക്ടർമാർക്കും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ചിലർ അവൾ കോമയിലാണെന്ന് വിധി എഴുതിയപ്പോൾ മറ്റു ചിലർ അവൾക്ക് മനോരോഗമാണെന്ന് വാദിച്ചു. അവൾക്ക് ഇലക്ട്രിക് ഷോക്ക് നൽകുകയും സൂചികൾ ഉപയോഗിച്ച് കുത്തുകയും ചെയ്തുവെങ്കിലും ഉണർത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായി. 1904-ൽ അവളുടെ അമ്മ മരിച്ചതോടെ അവളെ നോക്കാൻ അച്ഛനൊരു പരിചാരികയെ വെച്ചു. അവളുടെ അടുത്ത് വെക്കുന്ന ഭക്ഷണവും മിഠായികളുമൊക്കെ പലപ്പോഴും കാണാതാകുന്നതായി പരിചാരിക വെളിപ്പെടുത്തി. ഇത് ആശയക്കുഴപ്പങ്ങൾ സങ്കീർണമാക്കി. 1907-ൽ സഹോദരൻ മരിച്ചപ്പോൾ അവൾ ഉറക്കത്തിൽ വിതുമ്പിയതായും പരിചാരിക പറഞ്ഞു. 1908 ഏപ്രിൽ 3-ന് ഓൾസൺ കരയുന്നത് കേട്ട പരിചാരിക അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് അവൾ കിടക്കയിൽ ഉണർന്നിരുന്നു. അപ്പോഴേക്കും 32 വർഷങ്ങൾ പിന്നിട്ടിരുന്നു. 14-ാം വയസ്സിൽ ഉറക്കത്തിലേക്ക് പോയ അവൾക്ക് അപ്പോൾ പ്രായം 46 വയസ്സായിരുന്നു. അവൾ ദുർബലയും ഭയചകിതയുമായിരുന്നു. സ്വന്തം സഹോദരന്മാരെ പോലും അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഉറക്കത്തിലേക്ക് ആണ്ടുപോകുന്നതിനു മുമ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് വ്യക്തമായി ഓർക്കാൻ സാധിച്ചിരുന്നു. അവളുടെ ശരീരത്തെയും പ്രായം കാര്യമായി ബാധിച്ചിരുന്നില്ല. ശേഷിച്ച തന്റെ ജീവിതം ഓക്നോയിൽ തന്നെ അവൾ ശാന്തമായി സാധാരണഗതിയിൽ ജീവിച്ചു തീർത്തു. അവൾ വിവാഹിതയായില്ല. 1950-ൽ തന്റെ 88-ാം വയസ്സിൽ അവൾ മരണമടഞ്ഞു. പിൽക്കാലത്ത് ക്ലെയിൻ ലെവിൻ സിൻഡ്രോം അഥവാ സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രോം എന്ന രോഗാവസ്ഥയിൽ വൈദ്യശാസ്ത്ര രംഗത്ത് ഗവേഷണങ്ങൾ നടന്നു. എന്നാൽ ഓൾസന്റെ കേസ് അതായിരുന്നില്ല എന്നാണ് വൈദ്യശാസ്ത്ര വിദഗ്ധർ വാദിക്കുന്നത്. കാരണം 32 വർഷം എന്ന സുദീർഘമായ കാലയളവിൽ അതിനു മുൻപോ ശേഷമോ മറ്റാരും തന്നെ ഉറങ്ങിയിരുന്നില്ല. കൗമാരത്തിൽ ഉറങ്ങാൻ പോവുകയും മധ്യവയസ്കയായി ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്ത കരോളിന ഓൾസന്റെ ജീവിതം ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു.